ലോകത്ത് ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരിൽ ആരാണ് മികച്ചത് ഇതറിയാൻ വേണ്ടി അമേരിക്കയിലെ ഒരു പ്രശസ്തമായ കമ്പനി ഒരു സർവേ നടത്തുന്നു. ആ സർവേയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ മുന്നേറ്റം നടത്തി. അപ്പോൾ അമേരിക്കൻ കമ്പനി നടത്തിയ സർവേയിൽ തന്നെ ഇന്ത്യക്ക് വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് കുറച്ച് കൗതുകമുള്ള ഒരു വാർത്തയല്ലേ? തീർച്ചയായിട്ടും. അത് ഈ സമയത്ത് പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്ക ഇന്ത്യയും മുഖാമുഖം നിൽക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ ഇന്ത്യയെ ആക്ഷേപിക്കാനും അപമാനിക്കാനും ലോകവേദികളിൽ തകർക്കാനും നടക്കുക. ഇന്ത്യയുടെ സകല വ്യാപാരങ്ങളും മുട്ടിച്ചിട്ട് ഇന്ത്യയുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ നടക്കുക. ലോകത്തിൽ മുഴുവൻ നടന്നിട്ട് ഇന്ത്യക്കെതിരായുള്ള പ്രചാരണം നടക്കുക. ആ സമയത്താണ് ഒരു അമേരിക്കൻ കമ്പനി, ചില്ലറ കമ്പനിയല്ല കേട്ടോ, വലിയ ബില്യൻസിൻ്റെ ആസ്തിയുള്ള, മീൻസ് അവരുടെ ഓരോ സർവേക്കും അവരെ ഏറ്റെടുക്കുന്ന ഓരോ സർവേ കമ്പനികൾ അങ്ങനെയാണല്ലോ, കൊട്ടേഷൻ കൊടുക്കുകയാണല്ലോ ചെയ്യുക. അവരെ ഏറ്റെടുക്കുന്ന ബില്യൻസിൻ്റെ സർവേക്ക് വേണ്ടി അവരെ ആളുകൾ കാത്തു നിൽക്കുന്ന കമ്പനിയാണ്. അതിൻ്റെ പേര് മോർണിംഗ് കൺസൾട്ട് എന്നാണ്. മോർണിംഗ് കൺസൾട്ട് ഇപ്പോഴല്ല, പുതിയതല്ല, 2014 തൊട്ട് 10 കൊല്ലത്തിലേറെയായി ലോകത്തിലെ ഏറ്റവും മികച്ച കൺസൾട്ടിങ് കമ്പനിയായിട്ട് ഈ പറഞ്ഞ സർവേകളൊക്കെ ഏത് ആവശ്യത്തിനും സർവേകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അമേരിക്കക്കാരൻ തന്നെയാണ്. മൈക്കൽ റാംലെറ്റ് എന്നാണ് ആ കമ്പനിയുടെ സ്ഥാപകനും അതിൻ്റെ സിഇഒയുടെയും പേര്. അപ്പോൾ ആ കമ്പനി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നടത്തിയ സർവേയാണ്. ആ സർവേയുടെ പ്രത്യേകത ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്. അപ്പോൾ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മൊത്തം രാജ്യങ്ങൾ 204 ആൾപ്പാർപ്പുള്ള രാജ്യങ്ങൾ, അതിൽ അംഗീകാരമുള്ള രാജ്യങ്ങൾ തന്നെ ഏതാണ്ട് 200 അടുത്ത് വരും. അതിൽ ജനാധിപത്യം, ശരിയായ ജനാധിപത്യം, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന രാജ്യങ്ങൾ ഏതാണ്ട് 95 രാജ്യങ്ങളാണ്. അതിൽ ഈ തീരെ ദുർബലമായ റിമോട്ട് ഏരിയയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ബുദ്ധിമുട്ടുള്ള 5 രാജ്യങ്ങളെ ഒഴിവാക്കിയിട്ട് 90 രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു സർവേയാണ് അവർ ചെയ്തത്. ആ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് പ്രധാനപ്പെട്ട കഴിഞ്ഞ കുറേ കാലമായി വിലയിരുത്തിക്കൊണ്ടിരുന്ന 1000-ലേറെ ഓരോ രാജ്യത്തെയും 1000-ലേറെ മിനിമം 1000-ലേറെ സീനിയർ സിറ്റിസൻസിനെ നേരിട്ട് ഓൺലൈനിൽ സംസാരിച്ചിട്ട് നടത്തിയതാണ്. കഴിഞ്ഞ ഈ അവരുടെ സൗകര്യങ്ങൾ അമേരിക്കയിലെ എല്ലാ നഗരങ്ങളിലും, ന്യൂയോർക്കിൽ, വാഷിങ്ടണിൽ, സാൻ ഫ്രാൻസിസ്കോയിൽ ഒക്കെ ഇവർക്ക് വലിയ ഓഫീസുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരാഴ്ച ജൂലൈ 4 മുതൽ 10 വരെ 7 ദിവസം തുടർച്ചയായിട്ട് രാപ്പകൽ, ലോകരാജ്യങ്ങൾ അങ്ങനെയാണല്ലോ, രാവും പകലും നടത്താൻ പറ്റുമല്ലോ. പല രാജ്യങ്ങൾ ഒരിടത്ത് പകലാവുമ്പോൾ മറ്റിടത്ത് രാത്രിയാവും. അപ്പോൾ അങ്ങനെ 7 ദിവസം ഒരു എന്താ പറയുക, അഖണ്ഡ സർവേ ആയിരുന്നു അത്. ആ സർവേയുടെ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിസൾട്ടിൽ അത്ഭുതകരമായൊരു കാര്യം, ആ റിസൾട്ടിൽ പാസ് മാർക്ക് നേടിയ, നമ്മൾ സാധാരണ പാസ് മാർക്ക് പറയില്ല, 100-ൽ 40 മാർക്കെങ്കിലും നേടിയ ലോക നേതാക്കളുടെ 10 പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇത് നടന്നത് ജൂലൈ 4 മുതൽ 10 വരെയാണ്. പക്ഷേ അതിൻ്റെ മുഴുവൻ അനാലിസിസും ഡിസ്കഷനും ഒക്കെ കഴിഞ്ഞിട്ട് സമ്പൂർണ്ണ രേഖയായി പ്രസിദ്ധീകരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ ആ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ അത്ഭുതകരമായൊരു കാര്യം, ഈ 90 ജനാധിപത്യ രാജ്യങ്ങളിലെ ഒരിക്കലും ഇന്ത്യയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത ജനങ്ങളുടെ പെർഫോമൻസ്, അവരുടെ റിസൾട്ട്, അവരുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് നരേന്ദ്രമോദി ഈ കൂട്ടത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ സർവേയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകൾ, ലോകത്തിലെ 90 രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ആയിരക്കണക്കിന് ആളുകളുടെ സാമ്പിൾ സർവേയിൽ 75% മനുഷ്യരും അവരറിഞ്ഞിടത്തോളം ലോകത്തിലെ ഏറ്റവും മികച്ച നേതാവായിട്ട് നരേന്ദ്രമോദിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 75%. നരേന്ദ്രമോദിയോട് ഈ 2 ചോദ്യമുണ്ട്. നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ്, നിങ്ങളുടെ അറിവിൽ ഏറ്റവും വെറുക്കുന്ന ആളാരാണ്? അപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് 18% പേര് മാത്രമേ എതിർപ്പ് പറഞ്ഞുള്ളൂ, ഞങ്ങൾ കേട്ടിടത്തോളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എതിർപ്പ് പറഞ്ഞുള്ളൂ. 7% പേര് അഭിപ്രായം ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ 75% പേര് അനുകൂലിച്ചു, 18% പേര് എതിർപ്പ് പ്രകടിപ്പിച്ചു, അഭിപ്രായമില്ലാത്ത 7% പേരുണ്ട്. അങ്ങനെയാണ് ഈ 100%-ൻ്റെ കണക്ക്. ഇനി ഈ നരേന്ദ്രമോദിക്ക് കിട്ടിയ ഈ ചോദ്യങ്ങളിൽ, ഈ ഓൺലൈൻ അഭിമുഖത്തിൽ ചോദിച്ച ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഈ മോദി കഴിഞ്ഞ 2014 തൊട്ട് 10 കൊല്ലമായിട്ട് ഭരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 10-11 കൊല്ലമായിട്ട് ഭരിക്കുന്നുണ്ട്. ഈ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ മോദിയെക്കുറിച്ച് തോന്നിയത് എന്താണ്, 2-ാം ഘട്ടത്തിൽ തോന്നിയത് എന്താണ്, 3-ാം ഘട്ടത്തിൽ തോന്നിയത് എന്താണ്? അതിൽ ഈ നേതാക്കന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും മറിയാതെ ജനപ്രീതിയിൽ സുസ്ഥിരത, ഒരിക്കലും ഞങ്ങൾക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ലാത്ത സുസ്ഥിരമായ ഒരു ജനപ്രീതി നിലനിർത്തുന്നുണ്ട്. നരേന്ദ്രമോദി മാത്രമാണ് നിലനിർത്തിയത് എന്ന് ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൽ ഇനി ഓർക്കേണ്ടത് ആരൊക്കെയാണ്? നമ്പർ 1 അപ്പോൾ മോദിയാണ്. ലോക ജനാധിപത്യ രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച ജനപ്രിയനായ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന്
മോർണിംഗ് കൺസൾട്ട് കണ്ടെത്തിയിരിക്കുന്ന സർവേ ഫലം പ്രകാരം മോദിയാണ് ഒന്നാം സ്ഥാനത്ത്. 75% മോദിക്ക് കിട്ടിയ വോട്ട്. ഇനി ബാക്കി 10 ആരാണെന്ന് നോക്കാം. നമ്പർ 2 രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് ആണ്. അദ്ദേഹത്തിന് 59% വോട്ട് കിട്ടി. 59%. മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മെലേയാണ്. അദ്ദേഹത്തിന്, അർജന്റീനയുടെ പ്രസിഡന്റ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ ഒരു റേഞ്ച്. സൗത്ത് കൊറിയയിൽ നിന്നും മൂന്നാമത്തെ ആളിലേക്ക് പോകുന്നത് അർജന്റീനയുടെ പ്രസിഡന്റാണ്, ജാവിയർ മെലേയാണ്. അദ്ദേഹത്തിന് 57% വോട്ട് കിട്ടി. 4ാം സ്ഥാനത്ത് വന്നത് കാനേഡിയൻ പ്രൈം മിനിസ്റ്ററാണ് മാർക്ക് കാർണിക്ക് 56% വോട്ട്. 5ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ് ആണ്. അദ്ദേഹത്തിന് 54% വോട്ട്. 6ാം സ്ഥാനത്ത് മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയിൻബോമാണ്. അവർക്ക് 53% വോട്ട്. 7ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡിൻ്റെ പ്രസിഡന്റ് കാരിൻ കെല്ലർ സൂട്ടർ, 48% വോട്ട്. 8ാം സ്ഥാനത്ത് അമേരിക്കൻ പ്രസിഡന്റ്. ആലോചിച്ച് നോക്കൂ, അമേരിക്കൻ കമ്പനി ലജ്ജിച്ചിരിക്കണം. അമേരിക്കൻ കമ്പനി നടത്തിയ ഈ സർവേയിൽ ലോക ജനാധിപത്യ ഇൻഡെക്സ്, അതിൻ്റെ പേര് തന്നെ അങ്ങനെ, ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗ് ട്രാക്കർ എന്നാണ് മുഴുവൻ പേര്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ലീഡർഷിപ്പിന്, നേതൃത്വത്തിന് കൊടുക്കുന്ന അംഗീകാരത്തിൻ്റെ ട്രാക്കർ. ഇതിപ്പോൾ മാത്രമല്ല, ഈ രേഖ നിലനിൽക്കും, ലോകത്തിൽ പ്രധാനപ്പെട്ട രേഖയായി നിലനിൽക്കും. അൺടിൽ ആൻഡ് അൺലെസ് മറ്റൊരു സർവേ ഇവരോ അല്ലെങ്കിൽ കോമ്പീറ്റൻ്റ് ആയ മറ്റൊരു ഏജൻസിയോ നടത്തുന്നത് വരെ. 10ാം സ്ഥാനത്ത് നിൽക്കുന്നത്, 8ാം സ്ഥാനത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കിട്ടിയിരിക്കുന്ന വോട്ട് എത്രയെന്നറിയാം? 44%. 44% ഡൊണാൾഡ് ട്രംപിൻ്റെ വോട്ട്. ഇനി അത്ഭുതകരമായൊരു കാര്യം, ഈ ജനാധിപത്യ രാജ്യങ്ങളിൽ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ആരെ അനുകൂലിക്കുന്നു എന്നാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ജനപ്രിയ നേതാവായി നിങ്ങൾ ആരെ കാണുന്നു? രണ്ടാമത്, നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന ജനപ്രിയ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് ഈ സർവേയിലെ 50% പേര് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപിന്റെ പേരാണ്. അതായത് അമേരിക്കയിലെ സർവേ ഏജൻസി നടത്തുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അത് മാത്രമല്ല, ഏറ്റവും വെറുപ്പുള്ളതിൽ 1ാം സ്ഥാനത്ത് ട്രംപ് വരുന്നു, 50% വോട്ട്. 9ാമത്തെ ആൾ പോളണ്ടിലെ പ്രൈം മിനിസ്റ്റർ ഡൊണാൾഡ് ടസ്ക് ആണ്. ടസ്കിന് 41% വോട്ട് കിട്ടിയിട്ടുണ്ട്, പോളണ്ട് പ്രൈം മിനിസ്റ്റർ. 10ാം സ്ഥാനത്ത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയാണ്, 40%. എന്ന് പറഞ്ഞാൽ പാസ് മാർക്കിന് മീതെയുള്ള 10 പേരുടെ ലിസ്റ്റും വോട്ടുമാണ് ഇപ്പോൾ ഈ സർവേ റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അത്ഭുതകരമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. കാരണം തീർച്ചയായിട്ടും മോദിയുടെ ഒരു പെർഫോമൻസിനെ ഇന്ത്യക്കാർ വലിയ ആഘോഷത്തോടെ സ്വീകരിച്ചതാണ്. ഇന്ത്യക്കാർക്ക് അത് ബോധ്യമുള്ളതാണ്. 10-11 വർഷം കൊണ്ട് ഇന്ത്യയെ ലോകത്തിലൊരു പ്രധാന ശക്തിയാക്കി മാറ്റാൻ ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിച്ചു. നമ്മൾ സൈനിക മേഖലയിലൊക്കെ തന്നെ ആത്മനിർഭർ ഭാരത് അല്ലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ സ്വയം നവീകരിക്കാൻ ശ്രമിക്കുന്നു. തദ്ദേശീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അല്ലെ സയൻറ്റിസ്റ്റുകൾക്കൊക്കെ തന്നെ കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഒരു രാജ്യം സ്വാഭാവികമായിട്ടും സൈനിക, സാമ്പത്തിക, സഹകരണ മേഖലയിൽ, നയതന്ത്ര മേഖലയിലൊക്കെ മെച്ചപ്പെട്ടു. അത് തന്നെ ആയിരിക്കില്ലേ ഇവർ നടത്തിയ ഈ സർവേയിലൂടെ ഇത് തെളിഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യക്കാർ അനുഭവിച്ചത് എന്താണോ ആ ഒരു ബോധ്യം ലോകത്തിന് കൂടി വന്നു എന്നുള്ളതാണ്. കാരണം അതിന് ആഗോള ഇടപെടൽ കൂടി കാരണമായിട്ടുണ്ടാകും. എവിടെയൊക്കെ നയതന്ത്ര ബന്ധങ്ങൾ, എവിടെയൊക്കെ സംഘർഷമുണ്ടോ, യുദ്ധമുണ്ടോ, ആ ഭൂമിയിലൊക്കെ പോയിട്ട് ഒരു ഇന്ത്യൻ മനസ്സുകൊണ്ട് രണ്ടു പക്ഷത്തും നിൽക്കുന്ന ശത്രുക്കളെ പോലെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഈ അങ്ങനെയുണ്ടല്ലോ, കടിച്ചു കീറി കൊല്ലുന്ന ശത്രുക്കളെ സഹോദരങ്ങളായി, പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് വിളിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് മക്കളെ നിങ്ങൾ തല്ലരുത്, കൊല്ലരുത്, യുദ്ധം നിർത്തണം എന്നുള്ള നമ്മുടെ നിലപാട്. അതെ, ഈ റഷ്യ ഉക്രൈനിലേക്ക് അധിനിവേശം നടത്തിയ സമയത്ത് ആദ്യമായിട്ട് റഷ്യയിലും ഉക്രൈനിലും പോയ ആദ്യത്തെ ഒരു ഭരണാധികാരി മോദിയായിരുന്നു. തീർച്ചയായിട്ടും ഉക്രൈനിലേക്ക് ട്രെയിനിൽ പോകുന്നു, പിന്നീട് റഷ്യയിലേക്ക് വരുന്നു, അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പൊ ആലോചിച്ചു, ഇപ്പോഴും തീർന്നിട്ടില്ലാത്ത ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ, അതിലും അങ്ങനെയാണ്. ഇസ്രായേലിനെ ഒരു കൂട്ടുകാരൻ എന്നാലേ സ്വീകരിച്ചുകൊണ്ട് തന്നെ അപ്പുറത്തൊരു രാജ്യമില്ലാത്തതുകൊണ്ട് അവരോടും പറഞ്ഞു, അവരെ നിങ്ങൾ യുദ്ധം നിർത്തണമെന്ന് അവരോടും പറഞ്ഞു. എവിടെയൊക്കെ സമാധാനത്തിൻ്റെ വക്താക്കളായി നമ്മൾ പ്രത്യക്ഷപ്പെട്ടു, എവിടെയും ഇന്ത്യക്ക് ദുഷ്പേരുണ്ടാക്കിയില്ല. അതുകൊണ്ട് ലോകമെങ്ങുമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ കൂടി ഇന്ത്യക്കാരെ പോലെ മോദിയെ തിരിച്ചറിയുന്നു, മോദിക്ക് വോട്ട് ചെയ്യുന്നു, മോദിക്ക് അംഗീകാരം നൽകുന്നു എന്നാണ് ഈ സർവേ റിപ്പോർട്ട് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു ഏറ്റവും പുതിയ ആഗോള അംഗീകാരമായിട്ട് വേണം കാണാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.